ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10 ആരംഭിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും അറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ അപ്ഡേഷൻസും അതേപോലെ ഏഷ്യാനെറ്റിൽ അതിൻ്റെ പ്രൊമോ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 90% കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനാണ് കേട്ടോ. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് രചന നാരായണൻകുട്ടി ഈ സീസണിൽ ഉണ്ടാവും എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഫൈനൽ ഓഡിഷൻ വരെ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമുക്കറിയാം, ബിഗ് ബോസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവസാന നിമിഷമാണ് എല്ലാം കൺഫേം ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അനുസരിച്ച് പറയുന്നതാണ് രചന നാരായണൻകുട്ടി ഈ സീസണിൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സീസൺ 1 മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ. സോഷ്യൽ മീഡിയകളിലൊക്കെ സുപരിചിതമായിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമാണ്. ഒരുപാട് പ്രസൻറ്റിലെയും അതേപോലെ ഒരുപാട് പഴയ വിഷയങ്ങളിലൊക്കെ തൻ്റേതായ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീലക്ഷ്മി അറക്കലിന് കഴിയും. അതുപോലെ തന്നെ സീസൺ 6 ഉള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ഋഷിയാണ്. ഋഷിയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഉപ്പും മുളകും എന്ന് പറയുന്ന സീരീസിൽ ഋഷി ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഋഷി ആ സീരിയലില്ല. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ഋഷി ചില കാര്യങ്ങൾ തുറന്നു പറയുകയും അതിനെതിരെ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഋഷി ഈ സീസണിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അസീസ് നെടുമങ്ങാടാണ് കേട്ടോ. അസീസ് നെടുമങ്ങാടും ഈ പറഞ്ഞതുപോലെ തന്നെ മിമിക്രി രംഗത്ത് സിനിമ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഈ ഇടയ്ക്ക് അശോകനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് എയറിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അസീസ് നെടുമങ്ങാട് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ട് എന്നുള്ളത് ഒരു 90% കൺഫേം ആയിട്ടുള്ള ന്യൂസാണ്. അടുത്തത് അവതാരകനും TV സീരിയൽ നടനും ഒക്കെ ആയിട്ടുള്ള അനീഷ് രവിയാണ് കേട്ടോ. അനീഷ് രവി ഇതിനു മുമ്പത്തെ 1-2 സീസണുകളിലൊക്കെ ഉണ്ട് എന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ സീസണിൽ അനീഷ് രവി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം. ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഓഡിഷൻ കഴിഞ്ഞത്, ആരൊക്കെയാണ് ഇതിൽ കൺഫേം ആയിട്ട് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയും. എന്തായാലും ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.